നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹൈബ്രിസ്റ്റോഫീലിയ അല്ലെങ്കിൽ ബോണി ആൻഡ് ക്ലൈഡ് സിൻഡ്രോം എന്നും നമ്മളിതിനെ പറയും. സോ ഇത് കൂടുതലും കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. സോ ദിസ് ഇസ് ബേസിക്കലി എ വുമൺ ഇസ് ഫീലിംഗ് റൊമാൻറ്റിക്കലി അട്രാക്റ്റഡ് ഓർ സെക്ഷുവലി അട്രാക്റ്റഡ്, even emotionally attracted towards a criminal or anti-social person. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പല സിനിമകളിലും നമ്മൾ ഈ ഒരു ഫിനോമിനൻ കണ്ടുവന്നിട്ടുണ്ട്. ഗുണ്ടകളോട് അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങളോട് അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്നവരോട് ഒരു അഭിനിവേശം. ഇപ്പം പല സിനിമകളിലെയും ഒരു കാമുകിമാരിൽ ഇത്തരത്തിലുള്ളൊരു ക്രിമിനൽസിനോടൊരു ഇഷ്ടം, അല്ലെങ്കിൽ ക്രൂരമായിട്ട് കുറ്റം ചെയ്യുന്നവരോട് ഒരു ലൈംഗികമായിട്ടുള്ളൊരു അടുപ്പം തോന്നുക, ഒരു ഇൻഫാക്ച്വേഷൻ, ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. ഈവൻ ഇതിൽ നമുക്ക് പറയുവാണെങ്കിൽ തന്നെ നമ്മളുടെ ഇപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്നവരിലും മയക്കുമരുന്ന് രാജാക്കന്മാരോടും ഇപ്പോൾ സിനിമകളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡ്രഗ് അബ്യൂസേഴ്സിനോട്, ഈവൻ സബ്സ്റ്റൻസ് അബ്യൂസേഴ്സിനോടും അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ വയലൻറ്റ് ബിഹേവിയർ ചെയ്യുന്നവരോടും ഒരു ഫാൻ ബേസ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. സോ ഇതിന് നമ്മൾ ബോണി ആൻഡ് ക്ലൈഡ് സിൻഡ്രോം എന്നും പറയും. അപ്പോൾ അമേരിക്കയിൽ 1930കളിൽ തങ്ങളുടെ ഗ്യാങ് മൊത്തം സഞ്ചരിച്ച് അമേരിക്കയിൽ തന്നെ ഒരു ക്രിമിനൽ കപ്പിളായിരുന്നു ബോണി എലിസബത്ത് പാർക്കറും ക്ലൈഡ് ബാരോയും. സോ ഇവർ രണ്ടുപേരും ഈ ബാങ്ക് കൊള്ളയടിക്കൽ, ബാങ്ക് റോബറി, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്സുകളൊക്കെ ആക്രമിച്ചിട്ടാണ് ഇവരുടെ ഒരു സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ഇവർ പോലീസിന് കിൽഡ് പോലീസ് ആൻഡ് ഈവൻ സിവിലിയൻസ്. ആൻഡ് ഇവരുടെ ഒരു മരണം അവർ ഗൺഷോട്ട് ചെയ്ത് അവർ മരിക്കുകയായിരുന്നു ചെയ്തത്. സോ അങ്ങനെയാണ് ഈ ഒരു ബോണി ആൻഡ് ക്ലൈഡ് സിൻഡ്രോം അങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ ഈ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് ജോൺ മണിയാണ് 1986. സോ ഇതൊരു ഗ്രീക്ക് വേർഡ്, ഈ ഹൈബ്രിസ്റ്റോഫീലിയ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉരുവെടുത്തത്. ഹ്യൂബ്രിസെയിൻ മീനിങ് ടു കമ്മിറ്റ് ആൻ ഔട്ട്റേജ് അഗെയിൻസ്റ്റ് സമ്മൺ. ഫൈലോ എന്ന് പറയുമ്പോൾ മീനിങ് ഹാവിങ് എ സ്ട്രോങ് അഫിനിറ്റി അല്ലെങ്കിൽ ഒരു പ്രിഫറൻസ് എന്ന് പറയും. സോ ഇതിൽ രണ്ടിൽ നിന്നുമാണ് ഹൈബ്രിസ്റ്റോഫീലിയ എന്നൊരു വാക്ക് തന്നെ ഉണ്ടായത്. സോ ഇത് ബേസിക്കലി ഒരു ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ കില്ലേഴ്സ്, സീരിയൽ കില്ലേഴ്സിനോട് തോന്നുന്ന ഒരു പ്രത്യേകതരം ഇൻറ്റൻസ് ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ. ഇറ്റ് ക്യാൻ ബി, അത് പല കാരണങ്ങളുണ്ട് ഇതിന് ഇങ്ങനെ അവർക്ക് തോന്നാനായിട്ട്. ചിലപ്പോൾ അവരുടെ ഫിസിക്കലി ദേ മേ ബി അട്രാക്റ്റീവ് ഓർ ദേ വിൽ ബി വെരി വെരി ഗുഡ് ലുക്കിംഗ് ആയതുകൊണ്ടിട്ടാകാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൺട്രോൾ ഉണ്ട്. ഒരു വൺ ഓഫ് ദ റീസൺ നമുക്കിവിടെ ഒരു ഇൻസ്ട്രുമെൻ്റൽ റീസൺ ആയിട്ട് പറയാനുള്ളത് കൺട്രോളാണ്. ബിക്കോസ് ഈ ഹൈബ്രിസ്റ്റോഫീലിയ ഉള്ളൊരു പേഴ്സൺ ദേ ആക്ച്വലി ഗെയിൻ കൺട്രോൾ ഓവർ ദിസ് ക്രിമിനൽ ആൻറ്റി സോഷ്യൽ പാർട്ട്ണർ. കാരണം ഇവിടെ ഇങ്ങനെ ദേ നോ ദാറ്റ് ദ പാർട്ട്ണർ ദേ ആർ ഇൻ ജയിൽ. ഓക്കെ, അവർ കൺവിക്റ്റഡ് ആയ, അവർ ജയിലിലാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ദേ നോ എവിടെ അവർ ലവ് ലെറ്റേഴ്സ് സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ദേ നോ വെൻ ടു സെൻഡ് ഗിഫ്റ്റ്സ് ടു ദെയർ പാർട്ട്ണർ. അതെല്ലാം അവരുടെ കൺട്രോളിലാണ്. സോ അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ചെറുപ്പത്തിലെ ചിലപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് ദേ മേ ബി gone through a childhood trauma, often ഒരു സെക്ഷൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ആൻഡ് ഓൾസോ അവരുടെ ചൈൽഡ്ഹുഡ് they were not in control in their childhood. അപ്പോൾ അതൊക്കെ കാരണം ഇവിടെ when they marry or when they look for a partner, they actually always vicariously they're gaining the control in the relationship. അപ്പോൾ ആ ഒരു രീതിയിലും നോക്കിക്കാണാം വൺ ഓഫ് ദ റീസൺസ്. പിന്നെ വേറെ ഒന്ന് അറ്റൻഷനാണ്. കാരണം ഇങ്ങനെയുള്ള വ്യക്തികളായിട്ട് അവരുടെ ലൈഫ് അവർ ഷെയർ ചെയ്യുവാണെങ്കിൽ അവർക്ക് they get interviewed, അവർ മീഡിയയിൽ പബ്ലിക്കിൽ ഒരു ഫെയിം കിട്ടുക, അതൊരു അറ്റൻഷൻ എന്തൊരു ഭാഗമായിട്ടും അവർ ഇങ്ങനത്തെ പാർട്ട്നേഴ്സിനെ അവർ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ വേറെ കാരണങ്ങളായിട്ട് നമുക്കിതിനെ പറയാനായിട്ടാണെങ്കിൽ ഒരു ലോ സെൽഫ് എസ്റ്റീം
ലോ സെൽഫ് എസ്റ്റീംസോ സ്വന്തമായിട്ടൊരു സെൽഫ് വർത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുക, അതൊക്കെ ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ്, സ്വയമേ ഒരു ഇൻസെക്യൂർ ഫീൽ ചെയ്യുന്നില്ല, ഒരു സെക്യൂർ ഫീലിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ, പിന്നെ പാസ്റ്റ് ട്രോമ നേരത്തെ പറഞ്ഞ പോലെ, പിന്നെ ഒരു പവർലെസ്, ഈ ഒരു സെൻസ് ഓഫ് കൺട്രോൾ അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിലും അവർ ഇതുപോലത്തെ ഉള്ള ക്രിമിനൽ കില്ലേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, ഈ ഒരു ഹൈബ്രിസ്റ്റോഫീലിയ ഉള്ളവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആക്ച്വലി ഹാവ് എ റൊമാൻറ്റിസൈസേഷൻ എന്ന് പറയുമ്പോൾ ദേ ആക്ച്വലി ഗ്ലോറിഫൈ ദെയർ പാർട്ട്നേഴ്സ് ക്രിമിനൽ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ അവരവരുടെ റിലേഷൻഷിപ്പിൽ ഒരു അഡ്വഞ്ചറായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ വി ക്യാൻ സേ കോ ഡിപ്പെൻഡൻസി ഉണ്ട്. അതായത് ഇവർ ഈ പാർട്ട്ണർ കമ്മിറ്റ് ചെയ്യുന്ന ക്രൈംസിന് ദേ ആക്ച്വലി enable their partner to commit the crime. They actually protect their partner and actually even they participate in such crimes. ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ അവർ ഇവൻ ഒരു ഭാഗം ആകാൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു പങ്ക് വഹിക്കുക. അപ്പോൾ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു മൊറാലിറ്റിക്ക് അപ്പുറമായിട്ട് അവരവരുടെ പാർട്ട്ണറിനെയാണ് കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്യണം. സോ ദിസ് ഇസ് കോ ഡിപ്പെൻഡൻസി. ദെൻ സെൽഫ് സാക്രിഫൈസ്, അവരുടെ തന്നെ ഒരു സേഫ്റ്റി, അതിൻ്റെ ലീഗൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെ മറന്നുകൊണ്ടിട്ടാണ് അവർ ഈ ഒരു ഇതിലേക്ക്. സോ ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ഫീച്ചർ സെൽഫ് സാക്രിഫൈസ് ചെയ്യുന്നതൊക്കെ. പിന്നെ വി ക്യാൻ സി വൈ എന്നുള്ളതിനാണ് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ഒരു കൺട്രോൾ ഫീൽ കിട്ടാനായിരിക്കാം, അറ്റൻഷൻ കിട്ടുന്നതായിരിക്കാം, ആൻഡ് ഓൾസോ ബിക്കോസ് ഒരു ത്രിൽ സീക്ക് ചെയ്യുന്നത് കൊണ്ടിട്ടാകാം. ത്രിൽ സീക്കിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഡോപ്പമൈൻ വേണം എപ്പോഴും, അല്ലെങ്കിൽ എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിലും അവരിങ്ങനത്തെ ഒരു രീതിയിലേക്ക്, ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ എങ്ങനെയാണ് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാവുന്ന എങ്ങനെയാണ് ഹൗ ഡു ദേ എക്സ്പ്രസ് ദെയർ ലവ് ടുവേർഡ്സ്, അല്ലെങ്കിൽ ഹൗ ഡു ദേ എക്സ്പ്രസ് ദെയർ ഫീലിങ്സ് ടുവേർഡ്സ് ദിസ് ക്രിമിനൽ പാർട്ട്ണർ. അപ്പോൾ അവരിവിടെ ഒരു ഭയങ്കര ഇമോഷണൽ സെക്ഷൽ അട്രാക്ഷൻ മാത്രമല്ല, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ദേ ഫീൽ വെരി എംപത്തറ്റിക് ടുവേർഡ്സ് ദെയർ ക്രിമിനൽ പാർട്ട്ണർ, ഒരു റൊമാൻറ്റിക് ലവ്, ഈവൻ ദേ ഹാവ് എ ഫീലിംഗ് ടു സ്റ്റാർട്ട് എ ഫാമിലി വിത്ത് ദം. അങ്ങനെ ഒരു രീതിയും കാണാം. ആൻഡ് ദേ സെൻഡ് ലെറ്റേഴ്സ് ഈവൻ ടു ദ പ്രിസൺ, അവിടെ അങ്ങോട്ട് അയക്കാം. അതുപോലെ തന്നെ ദേ അറ്റൻഡ് കോർട്ട് പ്രൊസീഡിങ്സ് അറ്റൻഡ് ചെയ്യാം. ഈവൻ ദേ ആക്റ്റീവ്ലി സീക്ക് ടു മെയിൻറ്റെയിൻ ദ കോൺടാക്ട് വിത്ത് ദം. അപ്പോൾ ഇത് പാസീവായിട്ടും ഇതിനെ നോക്കിക്കാണാം. പാസീവ് ഫോം ഇതൊരു അഡ്മിറേഷൻ്റെ ഒരു പാസീവ് ഫോം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് they admire from a distance, they want to build a relationship with the person, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അഗ്രസീവ് ഫോം എന്ന് പറയുമ്പോൾ they participate in criminal activities, they even പ്ലാൻ ചെയ്യുന്നതിന് അവരൊരു ഭാഗമാകാം, ആൻഡ് they even help them to hide the evidence. സോ ഇതൊക്കെ ഒരു അഗ്രസീവ് ഫോം ഓഫ് അഡ്മിറേഷൻ ആണ് ഈ ഹൈബ്രിസ്റ്റോഫീലിയയിൽ ഉള്ളവരിൽ കാണാൻ കഴിയുന്നത്. പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ഒരു മാസോക്കിസ്റ്റ് ടൈപ്പിൽ പേഴ്സണാലിറ്റി ആണെങ്കിൽ സബ് കോൺഷ്യസ്ലി അവർക്കൊരു ദേ ഹാവ് എ നീഡ് ടു സബ്മിറ്റ്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാം. സോ ദേ സീക്ക് അക്സെപ്റ്റൻസ് ആൻഡ് സെക്യൂരിറ്റി ഫ്രം ദിസ് ആൻറ്റി സോഷ്യൽ പേഴ്സൺ. പിന്നെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി, അതായത് അറ്റൻഷൻ സീക്കിംഗ് പേഴ്സണാലിറ്റി ആണെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ളൊരു ആളുടെ ഒരു പാർട്ട്ണർ ആവുക എന്ന് പറയുമ്പോൾ അവിടെ ഫെയിം വരുന്നു, പബ്ലിക്കിൻ്റെ ഒരു ഭയങ്കര ഒരു ഫാൻ ബേസ് ഒക്കെ കിട്ടുന്നു, അങ്ങനെ ഒരു രീതിയിലും അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പേഴ്സണാലിറ്റീസിലും ഇത് കാണാം. സോ സം ഓഫ് ദ എക്സാമ്പിൾസ് ഫോർ ദിസ് ഹൈബ്രിസ്റ്റോഫീലി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരോട് ഇങ്ങനെ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ പേര് നമുക്ക് പറയാനാണെങ്കിൽ ലൂയിജി മാഞ്ചിയോൺ. സോ ലൂയിജി മാഞ്ചിയോൺ ഇസ് a 27-year-old. So he is ഒരു സ്പൈനൽ ഡിസോർഡർ ഉള്ള ഒരു ആളാണ്. ബേസിക്കലി ഹീസ് എ കില്ലർ. ഹി കിൽഡ് യുണൈറ്റഡ് ഹെൽത്ത് കെയർ, ഒരു ഇൻഷുറൻസ് കമ്പനി, ന്യൂയോർക്കിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയായ യുണൈറ്റഡ് ഹെൽത്ത് കെയറിൻ്റെ CEO ബ്രയൻ തോംസനെ ആള് വെടിവെച്ച് കൊന്നു. സോ ദിസ് ഇസ് ഇവിടെ അതിൻ്റെ പല എന്താ പറയുക കാരണങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടിട്ടാണെന്നുള്ളത്. അതിൻ്റെ ഒരു ആളെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം അന്വേഷണത്തിൽ മനസ്സിലായത് ഇപ്പം ഇങ്ങനത്തെ US-ലുള്ള ന്യൂയോർക്കിലുള്ള പല ഇൻഷുറൻസ് കമ്പനികളിൽ വാലിഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിംസ് കമ്പനീസ് അത്
ഒഴിവാക്കാറുണ്ട്. അതിൽ നിന്ന് അവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഷുറൻസ് ക്ലെയിംസ് അവർ ഡിസ്മിസ് ചെയ്യാറുണ്ട്. സോ അതിൽ നിന്ന് അവർ പ്രോഫിറ്റ് നേടിയെടുക്കുന്ന പല കമ്പനീസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ആളെ കൊന്നതിന് ശേഷം പബ്ലിക്കിൽ നിന്നുണ്ടായ ഒരു ഇതെന്ന് പറയുന്നത് സാധാരണയായിട്ടും ഒരു ഹേറ്റ്രഡിന് പകരം ലൂയിജി മാഞ്ചിയാണോ എന്നൊരാളോട് പലർക്കും ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. അത് പല റീസൺസ് ഉണ്ട്. ഒന്ന് ആളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഹീസ് ഗുഡ് ലുക്കിംഗ്, അതുകൊണ്ട്. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ഹി സ്റ്റുഡ് ഫോർ ഒരു ആൻറ്റി എലൈറ്റ് സ്റ്റാൻസ് എടുത്തത് കൊണ്ടിട്ട് ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണുന്നവരുണ്ട്. പിന്നെ ഈ ഹെൽത്ത് കെയർ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു സിസ്റ്റത്തിനോട് തന്നെ ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളവരൊക്കെയാണ് ഇയാൾക്ക് സപ്പോർട്ടേഴ്സായിട്ട് നിന്നത്. പിന്നെ ടെഡ് ബണ്ടി ഈസ് എ സൈക്കോപാത്ത് സീരിയൽ കില്ലറാണ്. സോ ഹി ഈസ് ആക്ച്വലി ഹാവ് കിൽഡ് മോർ ദാൻ 30 വുമൺ. ഒരു 18 മുതൽ 20 വയസ്സുള്ള പെൺകുട്ടികളെയാണ് കൂടുതലും ആൾ ഫോക്കസ് ചെയ്ത് ആൾ തലയിടിച്ച് റേപ്പ് ചെയ്തൊക്കെയാണ് ആൾ കൊല്ലുന്നത്, ബ്രൂട്ടലി കില്ല് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ദർ ആർ വുമൺ ഓർ ദർ ആർ പീപ്പിൾ ഹൂ സപ്പോർട്ടിങ് ഹിം, ഓർ ആൾക്ക് ഫാൻസുള്ള ഒരുപാട് ആളുകളുണ്ട് ബിക്കോസ് ഓഫ് ഹിസ് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ഒക്കെ കൊണ്ടിട്ടും. ദെൻ ദർ ഈസ് ജെറമി മീക്സ് ആണ് പറയാനാണെങ്കിലും ഹീസ് ആള് വളരെ ഇല്ലീഗലായിട്ട് ഫയർ ആം പൊസസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് തെഫ്റ്റിൻ്റെ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. സോ അതൊക്കെ അങ്ങനെ ഉള്ള അവരോടും ഈ പറയുന്ന ഹീസ് വെരി അട്രാക്റ്റീവ് ഫിസിക്കലി. അപ്പോൾ ആളുടെ ഒരു ഫേമസ് മഗ് ഷോട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മഗ് ഷോട്ട് ഇതിലൂടെ പിന്നീടുള്ള ഒരു മുന്നോട്ട് ആൾക്കൊരു മോഡലിംഗ് കമ്പനിയിൽ ഒരുപാട് ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. സോ ദർ ആർ പീപ്പിൾ ഹൂ സപ്പോർട്ട് ദിസ് ക്രിമിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കില്ലിങ് ആയിട്ടുള്ള ബ്രൂട്ടലി കില്ല് ചെയ്തിട്ടുള്ള ആളുകളെ വരെ എന്താ പറയുക അവരോടൊരു അട്രാക്റ്റീവ്നെസ് തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ അവരെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫിനോമിനൽ അവർക്ക് കാണാം, ഹൈബ്രിസ്റ്റോഫീലിയ. സോ ഇവർക്ക് വേണ്ടുന്ന മെയിൻലി ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ച് അണ്ടർലൈങ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇഷ്യൂസ്, ട്രോമ ഇഷ്യൂസ്, ഒരു ട്രോമ ഫോക്കസ്ഡ് തെറാപ്പിയാണ്. ആൻഡ് ഓൾസോ കോഡിപ്പെൻഡൻസിയും ലവും തമ്മിലുള്ള ഒരു ഡിഫറൻസസിന് അതിനൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ടും നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്. താങ്ക് യു.